ഫെബ്രുവരിയിലെ ഹാട്രിക് ഹിറ്റിനും ആടുജീവിതത്തിനും പിന്നാലെ വിഷു റിലീസായി എത്തിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ്. മെയ് മാസത്തിലും മികച്ച സിനിമകളാണ് മലയാളി പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത്. മെയ് മാസത്തിൽ ആദ്യമെത്തുന്നത് ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്യുന്ന നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യ ആണ്. ഒരുപാട് പരാജയങ്ങൾക്ക് പിന്നാലെ വർഷങ്ങൾക്ക് ശേഷത്തിലെ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലൂടെ മികച്ച കംബാക്ക് നടത്തിയ നിവിൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ടൈറ്റിൽ പ്രൊമോയും പാട്ടുകളും എല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നിവിൻ ധ്യാൻ കോംബോ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. ജനഗണമനയ്ക്ക് ശേഷം എത്തുന്ന ഈ ഡിജോ ജോസ് ചിത്രത്തിന്റെ തിരക്കഥ ജനഗണമനയുടെ റൈറ്ററായ ഷാരിസ് മുഹമ്മദിൻ്റെതാണ്. നിവിൻ, ധ്യാൻ എന്നിവരെ കൂടാതെ അനശ്വര രാജൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. ജേക്സ് ബിജോയാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ജീൻ പോൾലാൽ ഡയറക്ട് ചെയ്യുന്ന ടൊവിനോ ചിത്രമാണ് നടികർ. ചിത്രം മെയ് 3 തിയേറ്ററുകളിലെത്തും. ബ്ലാക്ക് കോമഡി ജോണറിൽപ്പെടുന്ന ചിത്രത്തിൽ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രമായാണ് ടൊവിനോ എത്തുക. ടൊവിനോയെ കൂടാതെ സൗബിൻ, ബാലു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ഭാവന, അനൂപ് മേനോൻ, ഗണപതി, ഇന്ദ്രൻസ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. നടികർ തിലകം എന്നായിരുന്നു സിനിമയ്ക്ക് ആദ്യം നിശ്ചയിച്ച പേര്. പിന്നീട് ചില കാരണങ്ങളാൽ നടികർ എന്നാക്കി മാറ്റുകയായിരുന്നു. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഓൾറെഡി റിലീസായിട്ടുണ്ട്. ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം മെയ് 16 തിയേറ്ററുകളിലെത്തും. കോമഡി ചിത്രമായ ഗുരുവായൂർ അമ്പലനടയിൽ യോഗി ബാബുവും ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ ഓൾറെഡി റിലീസായിട്ടുണ്ട്. നാഥാൻ കേസുകോട് എന്ന സിനിമയിലെ സുരേഷൻ, സുമലത എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒരുക്കുന്ന സ്പിൻ ഓഫ് ചിത്രമാണ് സുരേഷിന്റെയും സുമതലയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ചിത്രത്തിൽ ക്യാമിയോ റോളിൽ കുഞ്ചാക്കോ ബോബനും ഉണ്ടാകും. ചിത്രത്തിന്റെ ട്രെയിലർ ഓൾറെഡി റിലീസായിട്ടുണ്ട്. രാജേഷ് മാധവൻ, ചിത്ര എന്നിവരാണ് ടൈറ്റിൽ റോളുകളിൽ എത്തുന്നത്. ചിത്രം മെയ് 16 തിയേറ്ററുകളിലെത്തും. ഈ പറഞ്ഞ 4 ചിത്രങ്ങളിൽ ഏതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്? ആവേശം ഓൾറെഡി 100 കോടി ക്ലബിലേക്ക് അടുക്കുകയാണ്. അടുത്തൊരു 100 കോടി നമുക്ക് മെയ് മാസത്തിൽ കാണാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.